ഞങ്ങളുടെ നാട്ടില് ആര്യമ്പാവ് എന്ന് പറഞ്ഞ ജംഗ്ഷൻ അവിടുന്ന് പെരിന്തൽമണ്ണ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ പെരിന്തൽമണ്ണയുടെ മണ്ണാർക്കാട് ഇടയിലാണ് ആര്യമ്പാവ് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ്. ഈ ആര്യമ്പാവ് ജംഗ്ഷനിൽ നിന്നാണ് ചെർപ്പശ്ശേരി, പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ ഭാഗത്തേക്ക് അവിടെ നിന്നുള്ള ബസ്സുകൾ വരിക. അപ്പോൾ ഇത് ജംഗ്ഷനാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് വന്നിട്ട് ചെർപ്പശ്ശേരി അല്ലെങ്കിൽ കരിമ്പുഴ, തോട്ടര എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഈ തോട്ടറയിൽ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് വയറിനകത്ത് പെട്ടുപോയ കൈവശം എടുത്തു കൊടുക്കുന്നതിൽ പ്രസിദ്ധയാണ്. കൈവശം എടുത്തു കൊടുക്കാനാൽ ഇപ്പോ വശീകരിക്കാൻ, അതേമാതിരി മരുമക്കൾ പിന്നെ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരെ വീട്ടിലേക്ക് ആകർഷിച്ച് അയാളുടെ വരുമാനമൊക്കെ ഈ ഭാര്യ വീട്ടുകാർ സ്വന്താക്കാൻ വേണ്ടിയിട്ട് ഭാര്യ വീട്ടുകാര് മാംസത്തിൽ എന്തെങ്കിലും കൈവശം ഭർത്താവിന് കൊടുക്കും, പുതിയാപ്പിളക്ക് കൊടുക്കും. ഇതാണ് കഥ. അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് ഇപ്പൊ കുടുംബത്തിൽ അമ്മായിന്റെ മക്കൾ അല്ലെങ്കിൽ എളാപ്പാന്റെ മക്കൾ, മൂത്താപ്പാന്റെ മക്കളൊക്കെ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ഉയർന്നു. അപ്പൊ ഇവർക്ക് അസൂയ വരും. അപ്പൊ അവനെ ഒന്ന് തളർത്തണം, അതിന് കൈവശം കൊടുക്കും. എന്നിട്ട് അവർക്ക് വയറുവേദന, വയറുവേദന മാറുന്നില്ല, മാറാത്ത വയറുവേദന. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അടുത്തുള്ള ഉസ്താദിന്റെ അടുത്ത് പോകും. ഉസ്താദ് നോക്കിയിട്ട് പറയും ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇതാരോ എന്തോ ചെയ്തതാണ്. അപ്പൊ ഇവർക്ക് ആകെ ബേജാറായി. അപ്പൊ ആരാണ്, എന്താണ് ഉസ്താദ് അറിയാൻ വയ്യ. അപ്പൊ ഉസ്താദ് പറയും ഇതേ ഞാൻ നോക്കിയാൽ കൂടൂല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്നാലിന്റെ ഒരു തങ്ങൾ പാപ്പ നിങ്ങൾ അവിടെ ഒന്ന് പോയിക്കോളി എന്നിട്ട് ഇവിടുന്ന് അവർക്ക് റെഫറൻസ് കൊടുക്കും. എന്നിട്ട് ഇവർ ഈ വയറുവേദന ചെറുക്കനെ കൂടെ അങ്ങോട്ട് പോകും. ഈ ചെറുക്കന് വയറുവേദന പറഞ്ഞില്ലല്ലോ. എന്നിട്ട് തങ്ങൾ പാപ്പ പറയും അത് ഭയങ്കര സംഭവമാണ്, അപ്പൊ ആരാണ് ചെയ്തത് ഞങ്ങൾക്ക് അറിയണം. തങ്ങൾ പാപ്പ അറിയുമ്പോൾ തങ്ങൾ പാപ്പ കുറച്ച് അടയാളം പറഞ്ഞു കൊടുക്കും. കുറച്ചൊരു ഇരുണ്ട ശരീരമാണ്, കുറച്ചൊരു ഹൈറ്റ് ഉണ്ട്, താടിയൊക്കെ ഉള്ള ഒരാളാണ് എന്ന് ഞങ്ങളോട് പറയുമ്പോൾ, ഇപ്പൊ നിങ്ങളെ കുടുംബത്തിൽ തന്നെയുള്ള ആളാണ്, നിങ്ങൾ അറിയുന്ന ആളാണ്, നിങ്ങളോട് അടുപ്പുള്ള ആളാണ്. ആളുടെ ഏകദേശം രൂപഭാവം പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നതിൽ ഒരു 80% ആളുകൾക്കും അതേ രൂപഭാവത്തിലുള്ള ഒരാൾ മുഖം മിന്നിമറിയും. മനസ്സിലായി? അപ്പൊ ഇയാളുടെ പേരും അഡ്രസ്സും ഒന്നും തങ്ങൾ പാപ്പ പറയില്ല, പക്ഷേ ചില ലക്ഷണങ്ങൾ പറയും. ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഇവർ മനസ്സിൽ ഒരാളെ തീരുമാനിക്കും. അത് ചിലപ്പോൾ അമ്മാവനായിരിക്കാം, ചിലപ്പോൾ എളാപ്പയായിരിക്കാം, ചിലപ്പോൾ ബാഗയിലെ മൂത്താപ്പാന്റെ ചെറുക്കനായിരിക്കാം. അല്ലെങ്കിൽ ഓൽക്ക് നമ്മളോട് ഒരു കണ്ണുകടി ഉള്ളതാണ്, നമ്മൾ നന്നാവുന്നത് ഓൽക്ക് കണ്ടുകൂടാ എന്ന് പറയും. എന്നിട്ട് ഇവർക്ക് മനസ്സിൽ അവരോട് ഒരു വെറുപ്പ്, വെറുതെ ഒരാവശ്യമില്ല, ഈ മൊല്ലിയുടെ തൊള്ളവടായി ഒരു നുണ പറഞ്ഞാണ്. അപ്പൊ എന്താ പിന്നെ കാട്ടുക തങ്ങൾ പാപ്പയും? അപ്പൊ തങ്ങൾ പാപ്പ പറയും ഒരു കാര്യം ചെയ്യും, എനിക്ക് തങ്കു എന്നാണ് അതിന്റെ പേര് എന്റെ ഓർമ്മ കേട്ടോ. തോട്ടര ശ്രീകൃഷ്ണപുരം ഭാഗത്ത് ആരെങ്കിലും, മണ്ണാർക്കാട് ആര്യമ്പാവ് ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കൺഫേം ചെയ്യണം. തോട്ടര ഭാഗത്ത് ഒരു തങ്കുനോ തങ്കാനോ എന്ന പേരിലാണ് ആ സ്ത്രീ ഉള്ളത്. അന്നത് വയസ്സായ സ്ത്രീയാണ്, ഇപ്പൊ അവരുണ്ടോ എനിക്ക് അറിയാവുന്ന പ്രായമുണ്ട്. അപ്പോ ഈ തങ്ങൾ പാപ്പ പറയും നിങ്ങൾ തോട്ടര തങ്കുവിന്റെ അടുത്ത് അല്ലെങ്കിൽ തങ്കന്റെ അടുത്തേക്ക് പോകണം എന്ന് പറയും. എന്നിട്ട് കോഴിക്കോട്ടു നിന്നും കണ്ണൂരിൽ നിന്നും മലപ്പുറത്തിന്റെ പല ദിക്കുകളിൽ നിന്നും തിരൂരിൽ നിന്നും താനൂരിൽ നിന്നും പൊന്നാനിൽ നിന്നൊക്കെ ആളുകൾ പെരിന്തൽമണ്ണ വന്ന ബസ് ഇറങ്ങി, അവിടുന്ന് പാലക്കാട് ബസ് കയറി ആര്യമ്പാവ് ജംഗ്ഷനിൽ വന്നിറങ്ങി അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് തങ്കുവിന്റെ വീട്ടിൽ പോകും. പാലക്കാട് ആര്യമ്പാവ് നിന്ന് ചെർപ്പശ്ശേരി റോട്ടിൽ പോകുന്ന സമയത്ത് തോട്ടര കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ തങ്കുവിന്റെ വീട്. എനിക്ക് ആ വീടൊക്കെ അറിയാം. അപ്പൊ ഈ അവിടെ പോയി കഴിയുമ്പോൾ ഇവർ ആദ്യം ഒന്ന് ചെല്ലും. തങ്കു ഭയങ്കര തിരക്കുള്ള ആളാണ്, അല്ല നിങ്ങൾ ചെന്ന പാടാൻ കിട്ടുന്നില്ല, മെഡിക്കൽ കോളേജ് നല്ലല്ലോ, അത് പെട്ടെന്ന് ചെന്ന് ഒ.പി. ടിക്കറ്റ് എടുത്ത് അങ്ങനെ തങ്കുവിനെ കാണാനില്ല. തങ്കുവിനെ അവിടെ ചെന്നാൽ തങ്ങൾ പാപ്പാന്റെ അടുത്ത് ചെല്ലുമ്പോൾ മൂല്യമാരെ ചെല്ലുമ്പോഴൊക്കെ കിട്ടും 500-1000 ആളുണ്ടാവും. അപ്പോൾ ആളുകൾ ചെല്ലുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് 5, 50, 100, 1000, 10000 കഴിവിനനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കണം. കാരണം തങ്ങൾ പാപ്പ പ്രസാദിച്ചാലാണ് തങ്കുവിന്റെ വർക്കാവുള്ളൂ. അങ്ങനെ തങ്കുവിന്റെ അടുത്ത് റെഫറൻസ്, അപ്പൊ തന്നെ തങ്കുവിന് ഫോൺ കോൾ വരും. തങ്ങൾ പാപ്പാന്റെ ഇന്ന ആൾ ഞാൻ പറഞ്ഞേക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്നാണ്, ഇന്ന അടയാളാണ്. അപ്പൊ തങ്കുവിന്റെ കമ്മീഷൻ അവിടെ റെഡി. അപ്പൊ അങ്ങനെയല്ല സെറ്റാണ്. അപ്പൊ ഈ തങ്ങൾ പാപ്പ എന്ത് ചെയ്യും, തങ്കുവിന്റെ അടുത്ത് പറഞ്ഞേക്കും. അപ്പൊ ഇവിടെ ഇവരൊക്കെ ഈ കാര്യത്തിലൊക്കെ അന്ധവിശ്വാസത്തിലൊക്കെ ഭയങ്കര മതസൗഹാർദ്ദമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഇതൊക്കെ അറിയാവുന്ന ആളുകൾ അതൊന്ന് കമന്റ് ബോക്സിൽ എഴുതൂ. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ, അങ്ങനത്തെ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ ചുറ്റിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, അത് പറയാനാണെന്ന് അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പൊ ഈ തങ്കുവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തങ്കു എന്താ ചെയ്യണം വെച്ചാൽ തങ്കു ഒന്ന് വയറിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് പറയും അത് കൈവശമാണ്, വലിയ വശമാണ്, ഭയങ്കര പ്രശ്നമാണ്, അത് പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ആൾ തട്ടിപ്പോന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യും, എത്ര ചെലവായാലും കുഴപ്പമില്ല, മാറണം, എടുക്കണം. അപ്പൊ ഒരു 1.5 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് കൊടുക്കും, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് കൊടുക്കും. ആ ഡേറ്റിൽ വരുമ്പോൾ അന്നത്തെ കാലത്ത് 2000 എന്ന് പറഞ്ഞാൽ 10 വർഷം മുൻപ് 2000, 2500 റുപ്യ വാങ്ങണം. 10 കേട്ടോ, 15-20 വർഷം മുൻപ് എന്റെ 20 വയസ്സ് 21 വയസ്സ് കാലത്ത് 2500, 3000, 5000 ഒക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. അത് വിഷത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചിട്ടാണ്. ഇറച്ചിയിൽ കൊടുത്ത വിഷമാണെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളത്തിൽ കുടിക്കാൻ പൊടിയൊക്കെ ആയിട്ട് കൊടുത്ത കൈവശമാണെങ്കിൽ വേറെ. എന്നിട്ട് ഇവരൊരു ലിസ്റ്റ് കൊടുക്കും, വരുമ്പോൾ കൊണ്ടുവരേണ്ട സാധനങ്ങൾ, പൂവൻകോഴി, പിന്നെ കള്ളും കുപ്പി, പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ, പിന്നെ കുറച്ച് നല്ലെണ്ണ, തിരി, കുറെ സാധനങ്ങളൊക്കെ ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് ഈ ബീത്താത്തമാരും അല്ലെങ്കിൽ പർദ്ദയൊക്കെ ഇട്ട് നടക്കുന്ന ഈ മുത്തമൂല്യന്മാര്, ഈ തങ്ങൾ പാപ്പ പറഞ്ഞാൽ ഈ വിശ്വാസികൾ, മുസ്ലിം വിശ്വാസികൾ എന്ത് ചെയ്യും, ഇവരപ്പൊ കുറച്ച് പൈസ ദക്ഷിണ കൊടുത്ത് ബാക്കി 5000, 6000 എത്രയാണെങ്കിൽ അതും അതിന്റെ കുറിപ്പടിയായിട്ട് തിരിച്ചു വന്ന് നാളെ എണ്ണി കാത്തിരുന്ന് കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും തങ്കുവിന്റെ അടുത്തേക്ക് പോകും. തങ്കു ഈ ചങ്ങായിനെ ഒരു സ്ഥലത്ത് കിടത്തും, ഒരു വാഴന്തലയിൽ കിടത്തും. എന്നിട്ട് മുകളിൽ വാഴന്തലയോ അല്ലെങ്കിൽ വിരിപ്പോ അങ്ങനെ എന്തോ സാധനം വെക്കും. തൊട്ടടുത്ത് ഒരു പിഞ്ഞാണത്തിൽ കുറച്ച് വെള്ളം അത് മൂടി വെച്ചിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ തിരി, അങ്ങനെ കുറെ പരിപാടികളുണ്ട് അവിടെ. ഞാൻ മുഴുവനായിട്ട് നിന്ന് കണ്ടില്ല, പറഞ്ഞു കേട്ടതും കൂടിയാണ് പകുതി. അവസാനം കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചെറുക്കനോട് എഴുന്നേക്കാൻ പറയും. ചെറുക്കൻ എഴുന്നേക്കുമ്പോൾ തങ്കു പതിയ ചോപ്പ് പിന്നെ തുണിയിട്ട് മൂടിയ പാത്രം, തുണിയാണ് ഒഴിവാക്കുമ്പോൾ കാണാം അതിലൊരു ഇറച്ചി കഷ്ണം, ദ്രവിച്ചു തുടങ്ങിയ ഒരു ഇറച്ചി കഷ്ണമോ എന്തെങ്കിലും ഒരു ഫുഡ് വേസ്റ്റ് പോലെ നമുക്ക് തോന്നാവുന്ന ഒരു സാധനം ഉണ്ടാവും. അതിന് കുറച്ച് മുടിയും ചുറ്റി കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മുടി മുളച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് കഥ. അപ്പൊ കൈവശം പോകുന്നു, ഇനി ഒന്നും പേടിക്കണ്ട, ഇനി ഒരു കുഴപ്പമുണ്ടായാലും പോയിക്കോളിയാ. ഇതും വിശ്വസിച്ച് സാധുക്കൾ പോകും. ഞാൻ പറഞ്ഞത് ഈ തട്ടിപ്പും തരികിടയും ഈ ചൂഷണവും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും 2025-ലും നിർബാധം തുടരുന്നുണ്ട്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് നിലവിലുള്ള ഒരു നാട്ടിൽ ഈ തട്ടിപ്പ്, മതേതരമായ തട്ടിപ്പ്, ഇവിടത്തേക്ക് ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞേക്കുന്ന ഉസ്താദ്മാരുണ്ട്, ഉസ്താദ്മാരടുത്ത് പറഞ്ഞേക്കുന്ന സ്വാമിമാരുണ്ട്, സ്വാമിമാരടുത്ത് പറഞ്ഞേക്കുന്ന പള്ളിലച്ചന്മാരുണ്ട്. ഇവർ മതസൗഹാർദ്ദത്തിൽ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
കാരണം ഇവിടെ എല്ലായിടത്തും കമ്മീഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അന്നും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെയൊക്കെ രൂപവും ഭാവം മാറിയിട്ട് ഓൺലൈനായിട്ട് ജിപേയിലൂടെ ഹദിയ കൊടുത്തിട്ട് അരിമ്പാറ മാറാനും കാലില് ചൊറി മാറാനും ഒക്കെ ദോർക്കണ ഉസ്താദെ എന്ന് പറയുന്ന വിശ്വാസികൾ അവര് പ്രദാനം ചെയ്യുന്ന അവരുടെ മാനസികാവസ്ഥകൾ ആലോചിച്ചു. അവരുടെ ആ മാനസികാവസ്ഥയിലേക്ക് അവരെത്തിക്കുന്നത് അവരേത് വിശ്വാസത്തിലാണോ നിൽക്കുന്നത് ആ വിശ്വാസം. അത് ഹിന്ദു മതവിശ്വാസമായിരിക്കാം, ക്രിസ്തു മതവിശ്വാസമായിരിക്കാം, ഇസ്ലാം മതവിശ്വാസമായിരിക്കും, എല്ലാത്തിലും ഇതുണ്ട്. എന്റെ അറിവ്, എന്റെ തോന്നൽ ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഈ തരം അന്ധവിശ്വാസം താരതമ്യേന കുറവ് ക്രിസ്ത്യാനികൾക്കിടയിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കാം, നിങ്ങൾക്ക് തിരുത്താം. ഈ കൂടോത്രം, മാട്ടുമാരണം,